മച്ചാമാരെ, ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തേക്കാൻ പോകുന്നത് ഈ ബീമാണ്. അപ്പോൾ ഈ ബീം, ഈ ചുമര്, ഈ രണ്ട് തൂണ്, പിന്നെ ഈ ബോർഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബോർഡ് ഇത്രയും കറക്കി തേക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ബീം, ഈ ബീം ഇത് ഇത്രയുണ്ട്. ഈ മൂന്ന് സൈഡും കംപ്ലീറ്റിങ് തേച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മേളത്തെ നിലയിലെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ആവും. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് 6 ഇഞ്ച് കെട്ടാണ്. 6 ഇഞ്ച് കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ബീം 8 ഇഞ്ച്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം 2 ഇഞ്ച് പത്തിരിപ്പുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. അത് ഷട്ടറിങ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് തോന്നുന്നത്. മിസ്റ്റേക്ക് എന്നല്ല, ഷട്ടറിങ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഓണറെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ എൻ്റെ ഓണറെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് കണ്ടോ, ഈ സൈഡും അതുപോലെ തന്നെയാണ്. ഈ സൈഡ് 6 ഇഞ്ച് കെട്ടിയിട്ട്, രണ്ട് സൈഡ് 6 ഇഞ്ച് കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് മേളിൽ വന്നപ്പം 8 ഇഞ്ച് ബീമും ഇവിടെ സൈഡിലുണ്ട് പത്തിരി പോന്നിട്ട്. അപ്പം ഇപ്പം ഇതിൻ്റെ ക്ലയൻറ്റിനെ വിളിച്ച് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ച് ബീമാണ് അടിക്കാൻ പറഞ്ഞത്. പക്ഷേ അവരടിച്ചതിൻ്റെ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഷട്ടറിങ് പണി ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. 8 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊക്കെ ചെയ്ത് തേച്ചിട്ട് ഇവിടെ പത്തിരിപ്പ്, അതായത് ഒരു ബീഡിങ് പോലെ വരും, രണ്ട് സൈഡിലും ബീഡിങ് പോലെ വരും. അപ്പം കുഴപ്പമില്ലാതെ പോകും. പിന്നെ ഈ വെളി സൈഡ് നോക്കുമ്പോൾ വെളി സൈഡ് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ആണ്ടോ, നമ്മൾ കംപ്ലീറ്റ് ഏറ്റാണ്, അപ്പോൾ ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ അല്ലെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഭിത്തിയിൽ ചുടുകല്ല് വെട്ടി ഗ്രൗട്ടിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഗ്രൗട്ടിൽ വെച്ച് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ ഇതില്ലാതെ പോകും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതിൽ ചുടുകല്ല് വെട്ടി ഒട്ടിച്ച് ഈ ലെവലിനെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചാന്ത് അടിച്ച് സിമൻ്റ് 2 പ്രാവശ്യമായിട്ട് അടിച്ച് നമുക്ക് ആ കരത്തിലെടുത്ത് ഇത് 8 ഇഞ്ച് ആക്കാം. പക്ഷെ അങ്ങനെ ആക്കുമ്പോഴുള്ള കുഴപ്പമെന്നുള്ളത് സമയം ഒരുപാട് വേസ്റ്റ് ആകും. അപ്പം ക്ലയൻറ്റ് പറഞ്ഞ് കുഴപ്പമില്ല, അകത്തല്ലേ വരുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഒഴുങ്ക് കെട്ടിയിട്ട് തേച്ചിട്ട് നമുക്ക് അവിടെ ഒരു ബീഡിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. പിന്നെ ഈ ബോർഡ് കംപ്ലീറ്റും തേച്ച് ഇങ്ങനെ മടക്കിയെടുക്കണം. ഇതുവരെ ഉണ്ട്, ഇത് കംപ്ലീറ്റ് മടക്കിയത് അതുവരെ എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ